പത്തനംതിട്ട കടമ്മനിട്ട മൗണ്ട് സിയോൺ ലോ കോളേജിൽ വിദ്യാർത്ഥിനിയെ മർദ്ദിച്ചെന്ന കേസിൽ പ്രതിയായ ഡിവൈഎഫ്ഐ നേതാവ് ജേസൺ ജോസഫിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീംകോടതി തള്ളി. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് എതിരെയായിരുന്നു ജേസന്റെ ഹർജി. കേസിൽ ഡിവൈഎഫ്ഐ പെരുന്നാട് ബ്ലോക്ക് സെക്രട്ടറി ജെയ്സൺ ജോസഫ് നൽകിയ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു. ജെയ്സൺ ജോസഫ് ക്രിമിനൽ കേസുകളിൽ പ്രതിയായതിനാലാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. കടമ്മനിട്ട മൗണ്ട് സിയോൺ ലോ കോളേജ് ക്യാമ്പസിൽ വെച്ച് ജെയ്സൺ ജോസഫ് ഇടിവള കൊണ്ട് മൂക്കിനിടിച്ച് പരിക്കേൽപ്പിച്ചുവെന്നായിരുന്നു വിദ്യാർത്ഥിനിയുടെ പരാതി. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിനെ തുടർന്നായിരുന്നു ജെയ്സൺ ജോസഫ് സുപ്രീംകോടതിയിൽ പ്രത്യേക അനുമതി ഹർജി നൽകിയത്. രാഷ്ട്രീയ സമരങ്ങളുടെ ഭാഗമായാണ് താൻ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളതെന്നും ഹൈക്കോടതി വിധിയിലെ പരാമർശങ്ങൾ തിരുത്തണം എന്നുമായിരുന്നു പ്രത്യേക അനുമതി ഹർജിയിലൂടെ ജെയ്സൺ ജോസഫ് ആവശ്യപ്പെട്ടത്. മുൻകൂർ ജാമ്യം നൽകണമോ വേണ്ടയോ എന്നത് ഒരു ജഡ്ജിയുടെ വിവേചനാധികാരമാണെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു. ഹൈക്കോടതി വിധിയിൽ ഇടപെടില്ലെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. പ്രത്യേക അനുമതി ഹർജി സുപ്രീംകോടതി തള്ളിയതിനാൽ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീംകോടതിയിൽ നൽകാനാണ് തീരുമാനമെന്ന് ജെയ്സൺ ജോസഫ് വ്യക്തമാക്കി. അതേസമയം മുൻകൂർ ജാമ്യ ഹർജി തള്ളിയ ഹൈക്കോടതി വിധിക്കെതിരെ സമർപ്പിച്ച പ്രത്യേക അനുമതി ഹർജി സുപ്രീംകോടതി തള്ളിയതിനാൽ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാകണമെന്ന് വിദ്യാർത്ഥിനി ആവശ്യപ്പെട്ടു. കേസിൽ ജെയ്സൺ ജോസഫ് ഉൾപ്പെടെ 5 പ്രതികളാണുള്ളത്. 4 പ്രതികൾക്ക് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. റിപ്പോർട്ടർ, പത്തനംതിട്ട.